കുന്നംകുളം ചൊവ്വന്നൂരിൽ തമിഴ്നാട് സ്വദേശി കൊല്ലപ്പെട്ടത് സ്വവർഗരതിക്കിടെയാണ് എന്ന ഘട്ടത്തിലേക്ക് എത്തുകയാണ് പോലീസിന്റെ അന്വേഷണം. പ്രതി സണ്ണി ഫ്രൈയിങ് പാൻ കൊണ്ട് മുഖത്തും തലയ്ക്കും അടിച്ചാണ് കൊലപാതകം നടത്തിയത്. ഇതിനുശേഷം മൃതദേഹം കത്തിക്കുകയായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കുന്നു. സ്വവർഗരതിക്ക് വിസമ്മതിച്ചതിന് ഇതര സംസ്ഥാനക്കാരനെ കൊന്ന കേസിൽ ശിക്ഷിക്കപ്പെട്ട ശേഷം ജയിൽ മോചിതനായ ആളാണ് ഇയാൾ. ഇന്നലെ വൈകിട്ട് 5:30 കുന്നംകുളത്തെ ചൊവ്വന്നൂരിലുള്ള ഒരു ക്വാർട്ടേഴ്സിനകത്ത് കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തുന്നത്. സണ്ണി എന്ന് പറയുന്ന ഒരു വ്യക്തി താമസിക്കുന്ന ഇടത്താണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഇതൊരു കൊലപാതകമാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയും പിന്നീട് ഈ ഒരു കൊലപാതക കുറ്റത്തിന് സണ്ണിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സണ്ണി നേരത്തെയും 2 കൊലപാതക കേസുകളിൽ പ്രതിയാണ്. അതിൽ ഒരു കൊലപാതകം നടത്തിയത് ഒരേ ലിംഗത്തിൽപ്പെട്ട ആളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്താണ് അന്ന് കൊലപാതകം നടത്തിയത്. ഇതും സമാനമായ രീതിക്ക് തന്നെയാണ് ഈ കൊലപാതകവും നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു കണ്ടെത്തൽ. കുന്നംകുളം ബീവറേജ് പരിസരത്ത് വെച്ചാണ് ഈ കൊല്ലപ്പെട്ട ആളെ സണ്ണി പരിചയപ്പെടുന്നത്. 500 രൂപ നൽകി അദ്ദേഹത്തെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരികയായിരുന്നു. പിന്നീട് ഇരുവരും തമ്മിൽ പണത്തിൻ്റെ പേരിൽ വീട്ടിലെത്തിയതിന് ശേഷം തർക്കമായി. ഈ തർക്കത്തിനൊടുവിലാണ് പിന്നീട് ഈ സണ്ണി കത്തി ഉപയോഗിച്ച് ഈ വ്യക്തിയെ കുത്തി പരിക്കേൽപ്പിക്കുന്നതും പിന്നീട് ഫ്രൈ പാൻ ഉപയോഗിച്ച് തലയ്ക്കും മുഖത്തുമെല്ലാം തന്നെ ശക്തമായി അടിക്കുകയും ചെയ്തു. ഇന്നലെ വൈകുന്നേരമാണ് ഈ കൊലപാതക വിവരം പുറത്തറിയുന്നത്. അതിന് തലേ ദിവസം രാത്രിയാണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു നിഗമനം. ഇന്നലെ ഉച്ചയോടുകൂടി മൃതദേഹത്തിൽ ഡീസൽ ഒഴിച്ച് കത്തിച്ച് സണ്ണി അവിടെ നിന്നും പോവുകയായിരുന്നു. പ്രദേശവാസികളാണ് വീടിനകത്ത് നിന്ന് പുക ഉയരുന്നത് കണ്ട് ഈ സണ്ണിയെ വിവരമറിയിക്കുന്നതും പോലീസിലൊക്കെ തന്നെ വിവരമറിയിക്കുന്നതും. പിന്നീടാണ് ഈ സംഭവങ്ങളുടെ എല്ലാം ചുരുളഴിയുന്നത്. എന്തായാലും സണ്ണി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. നിലവിൽ ഒരു ജീവപര്യന്തം ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആളാണ്. തൃശ്ശൂരിലൊരു സ്വകാര്യ സ്ഥാപനത്തിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്യുകയായിരുന്നു. സണ്ണിക്കെതിരെ തുടർ നടപടികൾ സ്വീകരിക്കാനായി പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്.